നിലപാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2 വർഷം മാത്രം ജോലി ചെയ്ത് ഒരു മഹലിൽ നിന്ന് രാജകീയമായ യാത്രയയപ്പ് ലഭിച്ച ഒരു ഉസ്താദിന്റെ വീഡിയോ നമുക്ക് കാണാം. ഏകദേശം 2 വർഷക്കാലത്തോളം ഖത്തീബായിരുന്നു. ജുമ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ നാടിനോട് വിട പറയുകയാണ്. അദ്ദേഹത്തിന് ഒരു നോട്ടുമാല അണിയിക്കാൻ പോവുകയാണ്. സന്തോഷകരമായ ഇവിടെ ആ ഉസ്താദിന് 2 വർഷം മാത്രം ജോലി ചെയ്ത മഹലിൽ നിന്ന് മാന്യമായി ഇറങ്ങിപ്പോവാനുള്ള സാഹചര്യം ഒരുക്കിയതിന്റെ പ്രധാന ഘടകം ആ മഹല്ലത്തിലെ തലമുതിർന്ന മാന്യന്മാരായ പക്വമതികളായ മാനേജ്മെന്റിന്റെ കൂട്ടായ്മ എന്ന രീതിയിലുള്ള സംവിധാനമാണ് അതിന്റെ പ്രധാന ഘടകം. കഴിവുള്ള പുതിയ തലമുറക്ക് പ്രാതിനിധ്യം നൽകലോടുകൂടി പ്രധാന അംഗങ്ങളെല്ലാം മഹല്ലത്തിലെ മാന്യന്മാരായ കാരണവന്മാരായിരിക്കുക എന്നുള്ളത് മഹലിന്റെ പാരമ്പര്യ പൈതൃകത്തെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാനും മഹലിന്റെ സഞ്ചാര രീതി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ഉതകുന്ന പ്രധാന ഘടകമാണ്. മാത്രമല്ല പല വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടുന്ന മഹല്ല് കമ്മിറ്റി ഒരു വലിയ എക്സ്പീരിയൻസിന്റെ ഭാഗമായി പല രീതിയിലും മാന്യമായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വലിയ ഒരു പ്രതീക്ഷയായിട്ട് സമൂഹത്തിൽ നിലനിർത്താൻ മഹല്ല് സംവിധാനങ്ങൾക്ക് സാധ്യമാകും. മറ്റൊരു വീഡിയോ കാണാം. ഈ പള്ളിയിൽ നിന്ന് ജോലിയിൽ നിന്ന് പിരിയുക. ഈ ജോലിയുടെ പിരിയുന്ന സമയത്ത് ഞാൻ മദ്രസ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്നോട് സങ്കടത്തോട് പറഞ്ഞു, ഉസ്താദ് പോകുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. അതേ പ്രകാരം തന്നെ ഉസ്താദ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മദ്രസയിൽ പഠിക്കാൻ പറ്റുക. ആ വിഷയം ഉമ്മ കേൾക്കാൻ 4-5 ദിവസമായിട്ട് ഉമ്മ ഉറങ്ങിയിട്ടില്ല. ആ വീട്ടിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ മരിച്ച വീട്ടിൽ ചെല്ലുന്ന പ്രതിയ എന്തിനാ സുഹൃത്തുക്കൾ, എനിക്ക് 30 വയസ്സുണ്ട്. ഞാൻ എന്നെ ഇവിടെ എന്റെ വാപ്പ കൊണ്ടുവന്ന് സ്കൂളിൽ ചേർത്തുന്ന പോലെ വിളിക്കണം. എന്റെ കുറ്റങ്ങളും നിങ്ങളുടെ മകന് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഉപ്പാക്ക് വിളിച്ചു പറഞ്ഞത് എന്താ? എത്ര തെമ്മാടിയായ മോനാണെങ്കിൽ ആ ഉപ്പാക്ക് വിളിച്ചു പറഞ്ഞാൽ ആ ഉമ്മ അത് കേട്ട് കഴിഞ്ഞാൽ എത്ര വിഷമിക്കും, എത്ര സങ്കടപ്പെടും. 4 വർഷം ഒരു പള്ളിയിൽ ജോലി ചെയ്ത ഉസ്താദിനെ രാത്രിയോട് രാത്രി ഇറക്കിവിട്ട ഒരു വിഷയമാണ് ഈ വീഡിയോയിൽ നമുക്ക് കണ്ടത്. ന്യായമായ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടതിന്റെ പേരിൽ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ഇവിടെ ഈ സംഭവത്തിൽ 4 വർഷം അവിടെയുള്ള വിശ്വാസികൾക്ക് നേതാവായി, ഇമാമായി, അവരുടെ ആരാധനാകർമ്മങ്ങളിൽ നേതൃത്വം നൽകിയ അദ്ദേഹത്തിന് ന്യായമായ ഒരു കാര്യത്തിനാണെങ്കിൽ മാനേജ്മെന്റ് പിരിച്ചുവിടാതെ തന്നെ മഹല്ല് ഖാദി സ്വയം അസിലാകുന്ന, സ്വയം സ്ഥാനഭ്രഷ്ടനാകുന്ന നിയമങ്ങൾ പോലും കർമ്മശാസ്ത്രത്തിൽ ഉണ്ട് എന്നതുകൊണ്ട് ന്യായമായ കാര്യത്തിനാണെങ്കിൽ ഒരു ഖാദിയുടെ സ്ഥാനം സ്വമേധയാ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള മോശപ്പെട്ട പ്രവൃത്തികൾ കൊണ്ടാണ് അദ്ദേഹത്തെ പിരിച്ചുവിട്ടതെങ്കിൽ ഓക്കെ. അതല്ല, ഇദ്ദേഹം ന്യായമായ മഹല്ലത്തിലെ ഒരു കാര്യത്തിന് വേണ്ടി ഇടപെട്ടതിന്റെ പേരിൽ ശരഈയായിട്ട് ഒരു നിലക്കും അദ്ദേഹം വഹിക്കുന്ന ആ സ്ഥാനം, ആ ദീനി പദവി അദ്ദേഹം രാജിവെക്കാനോ സ്വയം നഷ്ടപ്പെടാനോ കാരണമായിട്ടുള്ള കാര്യമല്ല അവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടെയുള്ള വിഷയം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മഹല്ല് സംവിധാനത്തിന്റെ വലിയ ഒരു മഹത്തായ ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരാളെ ദുരുപയോഗം ചെയ്തു എന്നത് തന്നെയാണ് നമുക്ക് ആ വിഷയത്തിൽ, ആ വീഡിയോകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലപാടിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് ദൗർഭാഗ്യകരം എന്ന് മാത്രം. ഒരിക്കലും ഒരു മഹല്ലത്തിൽ മാന്യമായി ജോലി ചെയ്ത് പോകുന്ന ഇതൊന്നു മാത്രമല്ല, നിരവധി ആളുകൾക്ക് ഇങ്ങനെയുള്ള പുറത്തു പറയാത്ത 100 കണക്കിന് അനുഭവങ്ങൾ പലർക്കും പറയാനുണ്ടായിരിക്കും. പക്ഷേ ആരോട് പറയാൻ? അതാണ്. ഇതൊക്കെ വിധി പറയേണ്ടുന്ന ഒരു കോടതി ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കുക. അള്ളാഹുവിന്റെ കോടതിയിൽ അന്യായമായി പ്രവർത്തിച്ച മഹല്ല് ഭാരവാഹികൾ കൈകെട്ടി മറുപടി പറയേണ്ടി വരും എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈമാനുള്ള ആളുകളെ മഹല്ല് സംവിധാനങ്ങളിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കണമെന്നതാണ് ഈ സമയത്ത് മഹല്ല് നിവാസികളോട് നിലപാടിലൂടെ പറയാനുള്ളത്. വർഷങ്ങളോളം ജോലി ചെയ്ത ആളുകളെ ബഹുഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കുന്ന ഒരാളെ 1, 2, 3, 4 ആളുകൾക്ക് വേണ്ടി പറഞ്ഞുവിടുന്ന, ചോദിക്കാൻ ആരുമില്ല എന്ന രീതിയിൽ അഹങ്കാരത്തോടു കൂടി പറഞ്ഞുവിടുന്ന ആളുകളുണ്ട്. പുറത്തറിയാത്ത പലതും നമ്മുടെ സമൂഹത്തിൽ നടമാടുന്നു എന്നുള്ളത് കൊണ്ട് ഇതിനൊക്കെ ഒരു അറുതി വേണം. ഇതിനൊക്കെ ന്യായമായ രീതിയിലുള്ള ഇടപെടലുകൾ വേണം. ഏത് വിഷയങ്ങളിലും സത്യസന്ധമായ രീതിയിൽ മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയാൽ അള്ളാഹുവിന്റെ സഹായവും വിജയവും നമുക്കുണ്ടായിരിക്കും. ഇങ്ങനെ ഇരയായിത്തീരുന്ന ഉസ്താദുമാരുടെ കയ്യിൽ സത്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല. നിങ്ങളെ ആർക്കും തകർക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ പ്രവാചകന്മാർ ചെയ്ത പ്രവൃത്തിയുടെ പിൻതലമുറക്കാരാണ് നിങ്ങൾ. അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷണം നൽകിയിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാണ് സംരക്ഷണം നൽകുക? ഇങ്ങനെ താഴെ വീഴുന്ന സമയത്ത് ഒരിക്കലും തളരാതെ ഉജ്ജ്വലമായി മുന്നോട്ട് പോയി അഭിമാനത്തോടുകൂടി നിലനിൽക്കാനുള്ള ശക്തി, മാനസിക ശക്തി, അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. സുഹരി ഉസ്താദ് വളരെ ക്ഷുഭിതനായിക്കൊണ്ട് ഉസ്താദുമാർക്ക് മോട്ടിവേഷൻ എന്ന രീതിയിൽ ഒരു വീഡിയോ കാണാനിടയായി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലോട്ടറി എടുക്കുന്ന സെക്രട്ടറിയും പ്രസിഡന്റും അവൻ നമ്മൾ ജുമാക്ക് ലോട്ടറിക്കെതിരെ പറഞ്ഞപ്പോൾ ഇഷാസ്കാരം കഴിയുമ്പോൾ പതുക്കെ വന്നിട്ട് പറയാണ്, ഉസ്താദ് പിന്നെ ഞങ്ങളൊരു പുതിയ ആളെ നോക്കുന്നുണ്ട്, ഉസ്താദ് പോയിക്കോ. ഗൾഫിലെങ്കിലും പോയി, ഒന്നുമില്ലെങ്കിൽ ആ ഗൾഫിൽ മലയാളികളുടെ മക്കളുണ്ട്, അവരെ ഓൺലൈൻ വഴി എങ്കിലും പഠിക്കും. ഞാൻ 2001 കാലകത്തും ഒരു കാലം ആര് പട്ടിണിയാക്കാനാണ് നമ്മളെ? റബ്ബുണ്ട്, ഈ വാഗീറിയ തമ്പുരാനോട് പഠിച്ചു, റഹ്മാനായ റബ്ബിന് മുള്ളിൽ അവനാരും മുട്ടിക്കത്തില്ല. അതുകൊണ്ട് തവക്കുൽ ഉണ്ടാകണം. ഒന്നാമത്തെ കാര്യം, അള്ളാഹുൽ ബലമേൽപ്പിച്ചുകൊണ്ട് തന്റെ ഇടത്തോടു കൂടി ദീന ആത്മാർത്ഥമായി ഇഖ്ലാസോടു കൂടി സേവനം ചെയ്യാൻ സന്നദ്ധമാണോ എങ്കിൽ അള്ളാഹു നമ്മളെ കൈവിടത്തില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്,
നമ്മളിൽ ഓരോരുത്തരും വിവിധങ്ങളായ പ്രതിഭകളുണ്ട്. ആ പ്രതിഭകൾ ഉപയോഗപ്പെടുത്തുക. ഇവൻ്റെയൊക്കെ കാലും പിടിച്ച്, ഇവനെയൊക്കെ തൊഴുത്, ഇവനെയൊക്കെ പുകഴ്ത്തി ഒരു മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട എന്തിനാണ് ഇവനെയൊക്കെ പൊഴുത്തുന്നത്? ഇങ്ങനെ സംവിധാനങ്ങളുള്ള ഉസ്താദുമാർ ഇതിനെതിരെ പ്രതികരിക്കണം. ഇതെന്തിനു വേണ്ടി? ആരെയെങ്കിലും താഴ്ത്താനോ അല്ല, നമ്മുടെ സമൂഹത്തിലുള്ള ജീർണതകളെ പറഞ്ഞു കൊടുക്കുക. ഇത് മാത്രമാണ് ഇങ്ങനെയുള്ള ഉസ്താദുമാർ മീഡിയകളിലൂടെ ഈ വിഷയങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രത്യേകം നാം മനസ്സിലാക്കും. അത് മാത്രമാണ് നമ്മുടെ ഈ വീഡിയോയിലും ഞാനും ഉദ്ദേശിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു വീഡിയോ കൂടിയുണ്ട്, എനിക്ക് പലരും അയച്ചു തന്നതാണ്. ഞാൻ ആ വിഷയം ഇവിടെ എടുത്ത് സംസാരിക്കുന്നില്ല. മാനേജ്മെന്റ് ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് വളരെ മോശപ്പെട്ട തനി ഹറാമായ പ്രവൃത്തി പരസ്യമായിട്ട് കാണപ്പെട്ടതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നിലപാടെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പലരും എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ്. പക്ഷെ ഞാനത് സംപ്രേഷണം ചെയ്യുന്നില്ല. ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട പൊതുസമൂഹത്തോട്, പ്രിയപ്പെട്ട മഹല്ല് ഭാരവാഹികളോട് എനിക്ക് പറയാനുള്ളത്, ദീനീ സംവിധാനങ്ങളിൽ അംഗമായിട്ടുള്ളവരിൽ നിന്ന് പരസ്യമായി ഒരിക്കലും മോശപ്പെട്ട പ്രവർത്തികൾ, തെറ്റായ പ്രവർത്തികൾ ഉണ്ടാവരുത് എന്ന് തന്നെയാണ്. അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് വേണ്ടത്. മഹല്ല് സംവിധാനങ്ങളിൽ അംഗമായിട്ടുള്ള ആളുകളിൽ നിന്ന് പരിശുദ്ധ ദീൻ തെറ്റാണെന്ന് പറഞ്ഞ, ഹറാമാണെന്ന് പറഞ്ഞ പ്രവർത്തികൾ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാവുന്ന പക്ഷം അവിടെയുള്ള നമ്മുടെ മഹല്ലത്തിലെ കാരണവന്മാർ, മറ്റു ഭാരവാഹികൾ ചേർന്നുകൊണ്ട് ഉടൻ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി മാന്യമായ ഇടപെടൽ നടത്തണമെന്നതാണ് നമുക്ക് ഈ വിഷയകമായി നിലപാടിലൂടെ പറയാനുള്ളത്. ദീനീ സംവിധാനങ്ങളിൽ അകപ്പെട്ടവർ പരിശുദ്ധരും സത്യസന്ധരും മാന്യന്മാരുമായി കൊണ്ട് തന്നെ സമൂഹത്തിൽ ജീവിക്കണമെന്ന നിർദ്ദേശത്തോടു കൂടി നിലപാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.